ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ നമുക്ക് കർത്താവിന് നന്ദി പറയാം. അങ്ങനെ കർത്താവിന് വലിയ അനുഗ്രഹത്തിൽ 2026 5 മാസങ്ങൾ നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഈശോ ഈ കഴിഞ്ഞ ഒരു 5 മാസക്കാലം നമുക്ക് തന്ന എല്ലാ അനുഗ്രഹത്തിനും ഓരോ അനുഭവങ്ങൾക്കും ബോധ്യങ്ങൾക്കൊക്കെ നമുക്ക് നന്ദി പറയാം. പ്രത്യേകിച്ച് കഴിഞ്ഞ 5 മാസങ്ങളിൽ എല്ലാ ദിവസവും രാത്രി ഇങ്ങനെ ഒരു ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നിൽക്കാൻ നമുക്ക് സാധിച്ചു. പ്രത്യേകിച്ച് ഈ മെയ് മാസത്തിൽ കഴിഞ്ഞ 31 ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്നിട്ടുള്ള ചില ചിന്തകളൊക്കെയാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. നമുക്ക് വേണ്ടി അമ്മ ഈശോയുടെ അടുത്ത് എപ്പോഴും ഈ ഒരു മാസക്കാലം സംസാരിച്ചുകൊണ്ടിരുന്നു. പ്രത്യേകമായിട്ട് ഈ ഒരു മാസം ഈശോ തന്ന പരിശുദ്ധ അമ്മ വഴി ഈശോ തന്ന എല്ലാ അനുഗ്രഹത്തിനും നമുക്ക് നന്ദി പറയാം. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി നമ്മൾ കടന്നുറങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ ഒരു 5 മാസക്കാലത്തെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്കൊന്ന് കൊടുത്ത് ഈ മാസത്തെ നമ്മുടെ ശുശ്രൂഷകൾ പൂർത്തിയാക്കാം. ഈ രാത്രി നമുക്ക് ശാന്തമായിട്ട് പ്രാർത്ഥിച്ചൊന്ന് കടന്നുറങ്ങാം. നമുക്ക് നിങ്ങളുടെ കയ്യിൽ ജപമാല ഉണ്ടെങ്കിൽ പിന്നെ ജപമാലയിൽ നിന്ന് എടുത്ത് കൈ പിടിക്കുക. അപ്പോൾ ഒരു 10 നിയോഗങ്ങൾ നമ്മളൊന്ന് സമർപ്പിക്കാൻ പോവാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ അവിടെ വീട്ടിലായിരിക്കും, കൂടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ അച്ഛൻ ഓരോ നിയോഗങ്ങൾ പറയാം. എന്നിട്ട് ഓരോ നന്മ നിറഞ്ഞവരെയും വെച്ച് നമ്മളൊരു 10 നന്മ നിറഞ്ഞവരെയും ചൊല്ലി കാഴ്ചവെക്കുക കേട്ടോ. ഞാനൊരു ഈ ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് മെയ് മാസത്തിലൊക്കെ കിട്ടിയ നിയോഗങ്ങളെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ക്രോഡീകരിച്ചിട്ട് ഒരു 10 നിയോഗങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ നിയോഗങ്ങളാണ് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. അതിനകത്ത് നിങ്ങളുടെ നിയോഗങ്ങളുണ്ടാവും. ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ നിയമങ്ങളുണ്ടെങ്കിൽ അതുകൂടെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കും കേട്ടോ. നമ്മൾ ആദ്യത്തെ നന്മ നിറഞ്ഞവരെയും ചൊല്ലി കാഴ്ചവെക്കാൻ പോകുന്നത് നമ്മുടെ ഈ കൂട്ടായ്മയിൽ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടിയിട്ടാണ്. നിങ്ങൾ കുഞ്ഞുങ്ങൾ ഇത് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരൻസിന് വേണ്ടി ആദ്യത്തെ ഈ നന്മ നിറഞ്ഞവരെയും ചൊല്ലി കാഴ്ചവെക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. രണ്ടാമത്തെ നന്മ നിറഞ്ഞ മറിയം നമ്മൾ കാഴ്ചവെക്കുന്നത് എല്ലാ കുഞ്ഞുമക്കൾക്ക് വേണ്ടി, കൈക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഭവനത്തിലെ എല്ലാ കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. മൂന്നാമത്തെ നമ്മുടെ ഒരു നിയോഗം എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് അവരുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അവരുടെ ജീവിതാവശ്യങ്ങൾ, സ്വപ്നങ്ങൾ ഈശോയിലേക്ക് അവർ കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടൊരു നിയോഗം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. നാലാമത്തെ നിയോഗം എല്ലാ ജോലി മേഖലയിലെ എല്ലാ ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജോലി ഇല്ലാത്തവരെ, ജോലി നഷ്ടപ്പെട്ടു പോയവരെ, ലഭിച്ച ജോലിക്ക് വേണ്ടത്ര സാലറി ഇല്ലാത്തവരെ, ജോലി മേഖലയിൽ ക്രൈസിസുകളോടെ വിഷമങ്ങളോടൊക്കെ കടന്നു പോകുന്നവർ, നാട്ടിലും പുറത്തുമൊക്കെ ആയിട്ട് വിവിധ മേഖലകളിൽ ജോലി ഉള്ളവർ, ജോലി ചെയ്യുന്നവർ, അതുമായി ബന്ധപ്പെട്ട എല്ലാ ബുദ്ധിമുട്ടുകളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. അഞ്ചാമത്തെ നിയോഗം എല്ലാ രോഗികൾക്കും വേണ്ടിയിട്ടാണ്. ആശുപത്രികളായിരിക്കുന്നവർ, ഭവനത്തിലായിരിക്കുന്നവർ, വിവിധ രോഗങ്ങളായി ക്ലേശിക്കുന്ന എല്ലാവരും നമുക്ക് സമർപ്പിക്കാം. ഈ ദിവസങ്ങളൊക്കെ പ്രത്യേകിച്ച് വിവിധ സർജറികൾക്ക് വിധേയരാകുന്നവരെ സമർപ്പിക്കാം. ആശുപത്രിയിൽ ഒത്തിരി നാളുകളായിട്ട് കിടക്കുന്നവരെ സമർപ്പിക്കാം. വലിയ സീരിയസ് ആയ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെ നമുക്ക് സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ അടുത്ത നിയോഗം സാമ്പത്തിക മേഖലയ്ക്ക് വേണ്ടിയിട്ടാണ്. കടബാധ്യതകൾ, ബാങ്ക് വായ്പകൾ, ഒത്തിരി സാമ്പത്തികമായുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും, ബിസിനസ് മേഖലയിലും കൃഷിയിടങ്ങളിലും ഒക്കെ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, എല്ലാ സാമ്പത്തികമായ ഇടപാടുകൾ, അതിനെക്കുറിച്ചുള്ള എല്ലാ വിഷമങ്ങളും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. ഏഴാമത്തെ നമ്മുടെ നിയോഗം ജീവിത വിശുദ്ധിക്ക് വേണ്ടിയാണ്. നമുക്കെല്ലാവർക്കും ഈശോയെ കൂടുതൽ അടുക്കാൻ, ഈശോയിലേക്ക് കൂടുതൽ അടുക്കാനും, ഈശോയെ സ്നേഹിക്കാനും, ഈശോ നമ്മളെ കൂടുതൽ സ്നേഹം നമുക്ക് പകരാനും ഏറ്റവും വലിയ വഴി നമ്മൾ വിശുദ്ധിയിലായിരിക്കുക എന്നുള്ളതാണ്. ആ വിശുദ്ധി നമ്മളിലേക്ക് നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എട്ടാമത്തെ നിയോഗം വിവാഹ തടസ്സം നേരിടുന്നവർക്ക് വേണ്ടിയും ഒപ്പം തന്നെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയിട്ടാണ്. ഈ രണ്ട് നിയോഗങ്ങൾ നമുക്ക് വളരെ പ്രാധാന്യത്തോടുകൂടി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ഒത്തിരി പേര് ഈ ഒരു മാസക്കാലമൊക്കെ ഇങ്ങനെ പ്രാർത്ഥന നിയോഗങ്ങൾ സമർപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ആ വചനം പറഞ്ഞില്ലേ, ഉദരബലം അനുഗ്രഹീതമെന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ആ വചനം, അത് കേട്ടിട്ടൊക്കെ ഒത്തിരി ഇമെയിലുകളൊക്കെ വന്നു. ഒപ്പം തന്നെ നമുക്ക് വിവാഹ തടസ്സം നേരിടുന്നവർക്ക് വേണ്ടിയും കൂടെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഒൻപതാമത്തെ നമ്മുടെ നിയോഗം എല്ലാ വൈദികർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി, അൽമായ പ്രേക്ഷിതർക്ക് വേണ്ടി, തിരുസഭ മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വചന ശുശ്രൂഷയിൽ ആയിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പത്താമത്തെ നന്മ നിറഞ്ഞ മറിയം നമ്മൾ ചൊല്ലി കാഴ്ചവെക്കുന്നത് നിങ്ങളെല്ലാവരുടെയും പേഴ്സണലായ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ ഓൺലൈനിൽ വഴി, ഈ ചാനൽ വഴി നാളിതുവരെ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരെയും, ഇനി പങ്കെടുക്കാനിരിക്കുന്നവരെയും നമ്മൾ ആർക്ക് വേണ്ടിയൊക്കെ ഷെയർ ചെയ്യുന്നോ അവർക്കെല്ലാം ഈശോയുടെ അനുഗ്രഹം, പരിശുദ്ധമ്മയുടെ വലിയ സ്നേഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരുടെയും നിയോഗങ്ങൾ ഈ പത്താമത്തെ നന്മ നിറഞ്ഞ മറിയത്തിൽ നമ്മൾ ഒരുമിച്ച് കാഴ്ചവെക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മെയ് മാസം കഴിഞ്ഞു. ജൂൺ മാസം വലിയ അനുഗ്രഹത്തിൻ്റെതായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠന മേഖലയിലേക്കൊക്കെ വീണ്ടും കയറുന്ന ഒരു സമയമാണ്. നമുക്ക് അവർക്ക് വേണ്ടിയൊക്കെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ജൂൺ മാസം നമുക്കറിയാവുന്ന പോലെ തിരുഹൃദയ ഭക്തി കൂടുതൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു മാസമാണ്. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കൊടുക്കാം. ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കണം. വലിയൊരു അനുഗ്രഹത്തിൻ്റെ മാസമായിട്ട് ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ആ കരുണക്കടലിൽ നമുക്ക് നമ്മളെ തന്നെ കഴുകി ശുദ്ധീകരിച്ചെടുക്കാം. ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് മുമ്പോട്ട് പോകാം. പരിശുദ്ധം വഴി ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറഞ്ഞ് ഇന്നത്തെ രാത്രി ശാന്തമായിട്ട് കിടന്നുറങ്ങാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.